ഹലോ കൂട്ടുകാരെ, മഴവിൽ ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ടെക്കൊന്നുമല്ല, വ്ളോഗുമല്ല. ഇന്ന് ഞാനൊരു ഫുഡ് റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ടൈറ്റിൽ കാണുന്ന പോലെ ഒരു അടിപൊളി ബനാന ബ്രെഡിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ബേക്കിംഗ് ആണെന്ന് കേൾക്കുമ്പോൾ ചിലരൊക്കെ പേടിക്കുന്നുണ്ടാവും, ഓ ഇത് ശരിയായിട്ട് വരുമോ, നമ്മളത് ചെയ്താൽ ശരിയാവുമെന്നൊക്കെ. ഒരു പേടിയും വേണ്ട. ബിഗിനേഴ്സായിട്ട്, അതായത് ജീവിതത്തിൽ ആദ്യമായിട്ട് ബേക്ക് ചെയ്ത് നോക്കി എൻ്റെ കുറേ ഫ്രണ്ട്സിനും ഇത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഫാമിലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഇതിന് പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ളത് വേണ്ട. കുറച്ച് ചീയാറായ പഴം മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ റോബസ്റ്റ് പഴം, അതായത് ഉള്ളിൽ വെള്ളയായിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ പാളയം കൂടെ അതുപോലത്തെ പഴങ്ങളൊക്കെ. നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം ഈ റെസിപ്പിക്ക് ചേരില്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഭയങ്കര എളുപ്പമാണ്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാം. ഇതുവരെ കുക്ക് ചെയ്യാത്ത ഏതൊരു മനുഷ്യനും വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാം. അതുപോലെ മിടുക്കന്മാരായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ട്രൈ ചെയ്യാം. നമ്മൾ കഫേയിലൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ വാങ്ങുന്ന ബനാന ബ്രെഡ് ഇല്ലേ, അതിൻ്റെക്കാളും രുചിയും നല്ല ടെക്സ്ചറാണ്. അപ്പോൾ നമുക്ക് അധികം ഞാൻ ഇതിനെക്കുറിച്ച് ഫലിപ്പിച്ച് പറയുന്നില്ല. നിങ്ങൾ കണ്ടു നോക്കൂ, ചെയ്തു നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഈ റെസിപ്പി ഉണ്ടാക്കാൻ നമുക്ക് 3 നല്ല പഴുത്ത റോബസ്റ്റ പഴമാണ് ഏറ്റവും നല്ലത്. റോബസ്റ്റ അല്ല, ചെറിയ പഴമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 6 മുതൽ 8 എണ്ണം വരെ ഉപയോഗിക്കാം. എന്നിട്ട് ഇതൊക്കെ കൂടി ഒരു ബ്ലെൻഡറിലോ മിക്സിയിലോ ഇട്ടിട്ട് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ വിനേഗർ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ മിക്സിയിൽ അരച്ചെടുക്കാൻ പോവാണ്. ബ്ലെൻഡറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നു കേട്ടോ. അതാണ് മെയിൻ സ്റ്റെപ്പ്. ഈ പഴം അരച്ചെടുക്കുന്നതാണ് മെയിൻ സ്റ്റെപ്പ്. അതൊരു ബൗളിലോട്ട് മാറ്റി. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എഗ് മിക്സ്ചർ ഉണ്ടാക്കുക. 2 മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മളൊരു 1 കപ്പ് ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. എന്നിട്ട് 1 കപ്പ് നമ്മുടെ സാധാരണ ഗ്രാനുലേറ്റഡ് ഷുഗറില്ലേ, സാധാരണ വെളുത്ത പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം എടുക്കുക. അടുത്തതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മൈദയുടെ മിശ്രിതമല്ലേ, വളരെ പതുക്കനെ ഈ മുട്ടയുടെയും ബനാനയുടെയും മിശ്രിതത്തിലേക്ക് ബാച്ചായിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക. ഈ സ്റ്റെപ്പും നല്ല സ്പീഡിൽ ഇളക്കരുത് കേട്ടോ. സ്പീഡിൽ ഇളക്കിയാൽ നമ്മുടെ ബ്രെഡ് അല്ലെങ്കിൽ കേക്ക് കുറച്ച് കട്ടിയായി പോകും. സ്ലോലി ഇളക്കി കൊടുക്കണം. ഫോൾഡ് ചെയ്യാന്നാണ് പറയുക ശരിക്കും പറഞ്ഞാൽ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ്. ഒരു പാന്, ലോഫ് പാന്, ഒരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് എടുക്കുക. അതിനകത്തേക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പഴത്തിൻ്റെയും മുട്ടയുടെയും മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് കൂട്ടുകാരെ, നമ്മുടെ അവൻ 165 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് ചൂടാക്കി വയ്ക്കുക. അതായത് നമ്മൾ എണ്ണയൊക്കെ ചൂടാക്കിയിട്ടല്ലേ കടുക് പൊട്ടിക്കുക, അതുപോലെ നമ്മുടെ ഓവൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കുന്നതിനാണ് ഈ പ്രീഹീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതേ ടെമ്പറേച്ചറിൽ ഒരു 10 മിനിറ്റ് ചൂടാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. അത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാനെപ്പോഴും ഈ ബേക്കിംഗ് പേപ്പർ കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ നീട്ടി നിർത്തും. അതെന്തിനാന്ന് ഞാൻ കാണിച്ചുതരാം. എന്നിട്ട് ബേക്ക് ചെയ്യുക 165 ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂർ ബേക്ക് ചെയ്യുക. 1 മണിക്കൂർ 10 മിനിറ്റ് ബേക്ക് ചെയ്യുക. നമ്മുടെ കുട്ടപ്പനായിട്ട് 1 മണിക്കൂർ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൾ പുറത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കായിട്ടുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വെറുതെ കേക്കിൻ്റെ നടുക്ക് ഒരു കെബാബ് സ്റ്റിക്ക് വെച്ച് നോക്കി, ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ശരിക്കും ആൾ കുക്കായിട്ട്. ഇനി കൂൾ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അതിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് കട്ട് ചെയ്യാൻ പോവാം കേട്ടോ. സ്ലൈസ് ചെയ്യാൻ പോവാണ്. കണ്ടോ, ആദ്യം ഞാൻ ഇങ്ങനെ വരയും. കാരണം അങ്ങനെ വരഞ്ഞു കഴിഞ്ഞാൽ നല്ല നമ്മൾ വിചാരിച്ച സൈസിൽ, ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഈസി ആവും. കണ്ടോ, അങ്ങനെ ഞാനിങ്ങനെ ഓരോരോ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടാലും നമുക്ക് കോഫി കട അല്ലെങ്കിൽ നല്ല കഫേയിൽ നിന്ന് വാങ്ങുന്ന ഒരു ബ്രെഡിൻ്റെ ഒരു കാണാനൊക്കെ ഉള്ളൊരു ലുക്കും ഉണ്ട്. അതുപോലെ ടേസ്റ്റും സൂപ്പറാണ്. നമുക്ക് ഒരാഴ്ചയോളം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിന് ചൂടാക്കി ടോസ്റ്റ് ചെയ്തോ കഴിക്കും.
കൂട്ടുകാരെ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ബേക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ വീട്ടിൽ ഒത്തിരി പഴം ഉണ്ടായിട്ട് അതൊക്കെ വേസ്റ്റ് ചെയ്ത് കളയുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് നല്ല ടേസ്റ്റാണിത്, ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസ് ഇനി വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ടെക് റിലേറ്റഡ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗ്സ് വേണമെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും വീഡിയോയുടെ സജഷൻസ് ചെയ്യണമെന്ന് സജഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ഫ്രം മഴവിൽ ലോകം. എല്ലാ ആഴ്ചയും ഞാൻ ഓരോ വീഡിയോസ് പുതിയത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് വാച്ച് ചെയ്യുക സമയമുണ്ടെങ്കിൽ. അപ്പോൾ ശരി കൂട്ടുകാരെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.